അപ്പോൾ നമ്മുടെ ട്രേഡ്സ്മാൻ വെൽഡറിന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുണ്ടാവും എന്നെനിക്ക് ഏകദേശം ഉറപ്പാണ്. കാരണം നമ്മളിട്ട ഏകദേശം 56 ക്വസ്റ്റ്യൻസ് കൃത്യം വന്നിട്ടുണ്ട് എക്സാമിന്. ടോട്ടൽ 56 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോക്കിയപ്പോൾ. അതായത് നമ്മൾ ഇട്ടാന്ന് ഉദ്ദേശിച്ചത് ഞാൻ എക്സാമിന് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പരീക്ഷ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസി ആയിരുന്നു. എങ്കിലും ഇതിലെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് നടന്ന എല്ലാ വെൽഡർ പരീക്ഷയെക്കാളും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നിരുന്നാലും ഇപ്പോൾ സാധാരണ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് സാധാരണ. അതായത് ഓപ്ഷൻസിൽ തന്നെ 2 ഓപ്ഷൻസ് റെഡി ആവാൻ സാധ്യതയുള്ളതും, അതുപോലെ തന്നെ ഓപ്ഷൻസിൽ ഉത്തരമില്ലാതെ പിന്നെ വ്യക്തമായ ചോദ്യങ്ങൾ അല്ലാത്തത്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ട്രേഡ്സ്മാൻ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, സിലബസ് പ്രകാരം തന്നെയാണ് ശരിക്കും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരു ഭാഗത്തുനിന്നും അമിതമായിട്ട് ഒരു ഭാഗത്തിനും പ്രത്യേക പ്രാധാന്യമോ അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടില്ല. കൃത്യമായിട്ട് സിലബസ് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഇടാൻ ചോദ്യകർത്താവ് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം പരീക്ഷ ഭയങ്കര എളുപ്പമാണെന്നെങ്കിലും ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു 20 അറൗണ്ട് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ഇതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഹൈ പ്രഷർ സിസ്റ്റം ഓഫ് ഗ്യാസ് വെൽഡിംഗ്? അപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ ഹൈ പ്രഷർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ബ്ലോ പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഈ താഴെ പറയുന്നതിൽ അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുന്നുണ്ട്. വർക്കിംഗ് എഫിഷ്യൻസി ഈസ് മോർ. അത് റെഡി ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ്. ഈ വർക്കിംഗ് എഫിഷ്യൻസി കൂടുതലുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മോർ ചാൻസസ് ഓഫ് ആക്സിഡന്റ്, അത് ശരിയായിട്ടുള്ളതല്ല. ബോത്ത് ഇൻജക്ടർ ആൻഡ് നോൺ ഇൻജക്ടർ ടൈപ്പ് ബ്ലോ പൈപ്സ് കാനോട്ട് യൂസ്ഡ്, അതും ശരിയല്ല. ലെക്സ് എക്സ്പെൻസീവ് അല്ല. ഇനിയിപ്പോ അത് ശരിയാണെങ്കിൽ തന്നെ അതൊരു അഡ്വാൻറ്റേജ് അല്ല, അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്കൊരു ഡൗട്ടും തോന്നാതെ തന്നെ കൃത്യമായിട്ട് ഇതായിട്ട് ബേസിക്സ് ഇതിന്റെ അറിയുന്ന ഒരാൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. വർക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ നിങ്ങളതിൽ നോക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് കണ്ടെയ്ൻ ഇൻ പ്യൂരിഫയർ? അപ്പോ ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് കുറച്ച് കാര്യം കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ഒരു അസറ്റിലിൻ ജനറേറ്റർ എന്നുള്ള രീതിയിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ജനറേറ്ററിന്റെ ഫസ്റ്റത്തെ കമ്പാർട്ട്മെന്റ് എന്നാണ് ഇതിൽ ശരിക്കും എഴുതേണ്ടിയിരുന്നത്. പക്ഷെ എന്താ പറയാ, നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. പ്രത്യേകിച്ച് ഓപ്ഷൻ വായിക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫിൽട്ടർ കൂൾ എന്നുള്ളത് 3rd കമ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. പ്യൂരിഫൈങ് മെറ്റീരിയൽ 2nd കമ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഡി എന്നുള്ളത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള വാട്ടർ ആണ്. അപ്പോൾ ഇതിൽ ഉത്തരം എന്താണ്? മൈസ്റ്റോൺ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതും നമ്മൾ എക്സാമിന് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ തെറ്റാൻ എന്തായാലും വഴിയില്ല. ഇതും നമുക്ക് ഷുവർ ഷോർട്ടായിട്ട് ഉത്തരം കിട്ടേണ്ടതാണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിങ്ക്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിങ്ക് 1083 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കോപ്പറിന്റെ ആണ്. 950 1930 ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് അറിയാം മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിങ്ക് എന്ന് പറയുന്നത് അറൗണ്ട് 420 ആണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ റെഡി ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ 3 തെറ്റാനോ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നാനുള്ള ഒരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഈ ആദ്യത്തെ 3 വന്നിട്ടില്ല. ഇതിൽ തന്നെ 2ാമത്തെയും 3ാമത്തെയും ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് മെയിൻ ഗ്രൂപ്പ്സ്. അലുമിനിയത്തിനെ നമ്മൾ മെയിൻ ഗ്രൂപ്പായിട്ട് തരംതിരിക്കുമ്പോൾ എത്ര തരത്തിലുണ്ട്? 5, 2, 3, 4.
അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 3 ആണ്. എന്തുകൊണ്ടാണ് 3 വരുന്നതെന്ന് പറയാം. അലുമിനിയത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ആദ്യം പ്യുവർ അലുമിനിയം, പിന്നെ വരുന്നത് റോട്ട്, ROUGHT, റോട്ട് അലുമിനിയം, പിന്നെ കാസ്റ്റ് അലുമിനിയം. അങ്ങനെ 3 തരത്തിലുള്ള അലുമിനിയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വന്നിട്ട് 3 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഇതിലും ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ഭയങ്കരമായിട്ട് വായിച്ചിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഈ അലുമിനിയത്തിന്റെ ഭാഗത്ത് നിന്ന് അലുമിനിയത്തിനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ആൻസർ ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് റെഡിയാക്കുന്ന ആൾക്ക് റാങ്ക് മേക്കിങ്ങിലേക്ക് വളരെയധികം ചാൻസ് ഉള്ള ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡാഷ് ഈസ് എ ഗ്രൂവ് ഓർ ചാനൽ ഫോംഡ് അലോങ് ദ ടോ ഓഫ് ദ ബെൽറ്റ് ഓൺ വൺ സൈഡ് ആൻഡ് ബോത്ത് സൈഡ്. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാഗിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അണ്ടർകട്ട് ആണ്. ഇതൊരു ഡിഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് അതേപോലെ തന്നെ അണ്ടർകട്ട് എന്നുള്ള സെക്ഷൻ അതേപോലെ തന്നെ അങ്ങനെ കോപ്പി ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇതും തട്ടാൻ ആർക്കും വഴിയില്ല. പെനിട്രേഷനോ കീ ഹോളോ ക്രാറ്ററോ ഒന്നുമല്ല. ക്രാറ്ററൊക്കെ നമുക്കറിയാം എങ്ങനെയാണ്, എൻഡിൽ ഉണ്ടാകുന്ന ചെറുതല്ല, അത്യാവശ്യം വലിയൊരു എന്തിനാണ് ക്രാക്കിനെയാണ് ക്രാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രാറ്റർ അല്ല, കീ ഹോൾ അല്ല, പെനിട്രേഷൻ അല്ല. ഇതിൽ ഇങ്ങനെ ഇതല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്കറിയാം അണ്ടർകട്ടിന്റെ കറക്റ്റ് എന്താണ് ഡെഫിനേഷൻ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. MCQ 6, വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ആസ് എ കൂളന്റ് ഇൻ സ്പോട്ട് വെൽഡിംഗ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എയർ, ഓയിൽ, കെറോസിൻ, വാട്ടർ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എയർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ സ്പോട്ട് വെൽഡിങ്ങിൽ. എയർ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ റോക്കറാമിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കെറോസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. ഓയിലും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ വാട്ടറാണ്. ഈ വാട്ടറിന്റെ കേസ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്താണ്, ഇങ്ങനെയുള്ള 2 ഇലക്ട്രോഡുകൾ ഉണ്ട്. ആ ഇലക്ട്രോഡുകൾ ഹീറ്റ് ജനറേറ്റ് ആവുന്ന സമയത്ത് ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്റേണൽ സർക്കുലേഷൻ വാട്ടർ പമ്പ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വാട്ടർ തന്നെയാണ്. ഇതും നിങ്ങളെല്ലാവരും റെഡി ആക്കിയിട്ടുണ്ടാവും ഉറപ്പായിട്ട്. അടുത്തതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് വെൽഡിംഗ്? റെസിസ്റ്റൻസ് വെൽഡിങ്ങിന് ഉദാഹരണം ഏതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തെർമിറ്റ്, ഗ്ലേസർ, സ്പോട്ട്, ഹോൾ, ആർ കറക്റ്റ്. അങ്ങനെയാണ് 4 കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ആ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ കുറച്ച് വെൽഡിങ് ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാഷ്, പ്രൊജക്ഷൻ, അതുപോലെ സ്പോട്ട്, ബട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഇതിലൊന്നും നിങ്ങൾക്ക് ഡൗട്ട് ഒരു കാരണവശാലും ഉണ്ടാവില്ല, അത് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്താണ് ഫ്യൂഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം എ കോൺസെൻട്രേറ്റഡ് ബീം കമ്പോസ്ഡ് ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രൈമറിലി. അപ്പോ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ ഇത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ ആ സ്പെഷ്യൽ വെൽഡിങ്ങിന്റെ ടോപ്പിക് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന്റെ വെലോസിറ്റി അടക്കം പറഞ്ഞിരുന്നു. 48,000 മീറ്റർ പെർ സെക്കൻഡ് മുതൽ 1,92,000 മീറ്റർ പെർ സെക്കൻഡ് വരെയാണ് അതിന്റെ ഇത് വരുന്നത്, വെലോസിറ്റി വരുന്നത്. ആ ഹൈ വെലോസിറ്റിനെ ആണ് നമ്മൾ എന്തായിട്ട് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഡി ആണ് ഇതിന് വരുന്നത്, ഹൈ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. അപ്പോ ഇതും നമുക്ക് തെറ്റാൻ യാതൊരു ചാൻസും ഇല്ല. 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസിസ്റ്റൻസ് വെൽഡിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ടു ജോയിൻ പൈപ്പ് സെക്ഷൻ എൻഡ് ടു എൻഡ്? അപ്പോൾ എൻഡ് ടു എൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ എങ്ങനെയാണ്. നമ്മള് ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കുക. ആ പൈപ്പിനെ ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. സ്പോട്ട് വെൽഡിങ് വെച്ചിട്ട് പറ്റില്ല. സ്പോട്ട് വെൽഡിങ് സാധാരണ ലാപ്പിംഗ് ആണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. സീം വെൽഡിങ് അല്ല, കണ്ടിന്യൂസ് ഇതാണ്. പ്രൊജക്ഷൻ വെൽഡിങ്ങും അല്ല, ബട്ട് വെൽഡിങ് ആണ് അതിന്റെ ഉത്തരം. അങ്ങനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ ഇവിടെ ഉത്തരം എന്താണ് വരുന്നത്? ബട്ട് വെൽഡിങ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി.
എൻഡ് ടു എൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോ ഇതും നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് വെൽഡിങ് ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, റെസിസ്റ്റൻസ് വെൽഡിങ് ചെയ്യാറുള്ളത് ബട്ട് വെൽഡിങ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും തെറ്റാനുള്ള ചാൻസ് കുറവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് വേരിയബിൾ ഇൻ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് കൺട്രോൾ ദ ആർക്ക് ലെങ്ത്? അപ്പൊ ആർക്ക് ലെങ്ത്തിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇത് എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടെക്സ്റ്റ് വായിക്കാത്ത ആളുകൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നുന്നത് ആർക്ക് വെൽഡിങ് കറണ്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ടെക്സ്റ്റ് വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതിന്റെ ഉത്തരം വെൽഡിങ് വോൾട്ടേജ് ആണ്. ഓപ്ഷൻ എ ആണ്, വെൽഡിങ് വോൾട്ടേജ് ആണ്. ചിലപ്പോ നമുക്ക് എന്തിലേക്ക് പോയിട്ടുണ്ടാവാം, വെൽഡിങ് കറണ്ടിലേക്ക് പോയിട്ടുണ്ടാവാം. വെൽഡിങ് കറണ്ട് അല്ല, വെൽഡിങ് കറന്റ് GMA-Wല് വരുന്നതാണ്. GMA-Wലെ മറ്റേ എന്താണ് ഇതിന്റെ CCMSന്റെ ഇലക്ട്രോഡ് ഉണ്ടല്ലോ, അതിന്റെ സ്പീഡിനെയാണ് വെൽഡിങ് കറന്റ് സ്വാധീനിക്കുന്നത്. ഇത് സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ ആർക്ക് ലെങ്ത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിന് മാത്രമല്ല എല്ലാത്തിലും ആർക്ക് ലെങ്ത്തിനെ കൺട്രോൾ ചെയ്യുന്നത് വെൽഡിങ് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോ ഇത് ഈ 4ാമത്തെ ക്വസ്റ്റിനും 10ാമത്തെ ക്വസ്റ്റിനാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് തെറ്റാൻ ചാൻസ് ഉള്ളത്. ഡിഫിക്കൽട്ട് അല്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് റെസിസ്റ്റൻസ് വെൽഡിങ്? ഇത് പക്ഷെ ആർക്കും ശ്രദ്ധിച്ചിട്ട് നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഭയങ്കര ഈസിയാണ് ആക്ച്വലി. ഇതിനെ പറ്റിയിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്നുള്ള വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. വൈഡ്ലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ, ഇത് അഡ്വാൻറ്റേജ് ആണ്. സ്പീഡി പ്രോസസ്, ഇത് അഡ്വാൻറ്റേജ് ആണ്. നോ ഡിസ്ട്രേഷൻ, ഇത് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്താണ്? അത് എക്യുപ്മെന്റ് ഈസ് കോസ്റ്റ്ലി, അത് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ അത് കാരണം തന്നെ നമുക്കറിയാം എന്താണ് നമ്മളെ ആൻസർ എന്നുള്ളത് എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഡിസ്അഡ്വാൻറ്റേജ് ആണ്, നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്, എക്യുപ്മെന്റ് ഈസ് കോസ്റ്റ്ലി. ഓക്കെ, അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. Which one of the following property of flux is used in electroslag welding? ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിന്റെ ഏത് പ്രോപ്പർട്ടിയാണ്, ഫ്ലക്സിന്റെ ഏത് ക്വാളിറ്റിയാണ്? അതായത് ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന്റെ സാധാരണ ഗ്രാനുലാർ ഫോം, ഏത് ഫോമിലാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഗ്രാനുലാർ ഫോമിലിരിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് അത് ഫ്യൂസ് ആവുന്ന സമയത്ത് സംഭവിക്കുക, നല്ല കണ്ടക്ടിവിറ്റി അതിന് കിട്ടും. അപ്പോ ഇതിന്റെ ഏത് പ്രോപ്പർട്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇറ്റ് ഹാസ് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടിയാണ് റെഡി ആയിട്ടുള്ള ഉത്തരം. ഇതും നമുക്ക് തെറ്റാൻ വഴിയില്ല, കാരണം നമ്മളത് പഠിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. The reaction take place in thermite welding is, ഇത് നമ്മുടെ ക്ലാസ് എടുത്തപ്പോൾ തന്നെ, അതായത് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അതില് സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ഒരു 10-12 ക്വസ്റ്റ്യൻസ്, 12-20 ക്വസ്റ്റ്യൻ ഇട്ടുണ്ടായിരുന്നു. അതിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ്, ഇതില് എന്തായാലും തെറ്റില്ല, നിങ്ങളെല്ലാവർക്കും റെഡി ആയിട്ടുണ്ടാവും, ഉറപ്പാണ്. എക്സോതെർമിക് ആണ്, ഹീറ്റിനെ പുറത്തേക്ക് വിടുന്ന ഒരു പ്രോസസ്സാണ്. അത് കാരണമാണ് എക്സോതെർമിക്, പുറത്തേക്ക് തെർമൽ എനർജി. ഓക്കെ, അങ്ങനെ 13 ക്വസ്റ്റ്യനിൽ വെറും 2 ക്വസ്റ്റ്യൻ മാത്രമാണ് കുറച്ച് കൺഫ്യൂഷൻ ആക്കാവുന്ന ക്വസ്റ്റ്യൻ ഉള്ളൂ. അടുത്ത്, ഇൻ തെർമിറ്റ് വെൽഡിംഗ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് അയൺ ഓക്സൈഡ് ഇൻ റൈറ്റ് പ്രപ്പോസിഷൻ. ഇത് ഞാൻ 5:8 എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ക്വസ്റ്റ്യനേക്കാളും കുറച്ചും കൂടി എന്താണ്, വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇത് രണ്ടും അതിന്റെ എന്താണ് പ്രപ്പോസിഷനും കൂടിയിട്ട് 5:8 എന്നുള്ള പ്രപ്പോസിഷനും കൂടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു അലുമിനിയം പൗഡർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും തെറ്റാൻ യാതൊരുവിധ ചാൻസും ഇല്ല, അലുമിനിയം പൗഡർ ആണ്. വിച്ച് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ വെൽഡിങ്? അപ്പോൾ ഫ്രിക്ഷൻ വെൽഡിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ലെസ് തിക്നെസ് സെക്ഷൻ കനോട്ട് ബി വെൽഡ്, അത് ഒരു കാരണവശാലും അഡ്വാൻറ്റേജ് ആവില്ല. അപ്പോൾ അത് നമുക്ക് വിട്ടേക്കാം. ഓൺലി ബട്ട് ജോയിന്റ് ക്യാൻ ബി ഡൺ, അതൊരു അഡ്വാൻറ്റേജ് അല്ല, കാരണം ബട്ട് ജോയിന്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് ശരിയാണ്. പക്ഷെ ഒരു കാരണവശാലും നമുക്കത് പറയാൻ പറ്റില്ല അഡ്വാൻറ്റേജ് ചെയ്താൽ, അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ദർ ഈസ് എ ബർ സറൗണ്ടിങ് ദ വെൽഡ് ഏരിയ, അതും ഫ്രിക്ഷൻ വെൽഡിങ്ങിന് ഉണ്ടാവുന്നതാണ്. എന്നിരുന്നാലും അതും ഒരു എന്തല്ല, അഡ്വാൻറ്റേജ് അല്ല, ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നോ ഫില്ലർ റോഡ് ആൻഡ് ഇലക്ട്രോഡ് ഈസ് റിക്വയർഡ്.
അപ്പോൾ ഇത് തന്നെയാണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ ഇങ്ങനെ നമുക്ക് പറയാം, നോ എന്താണ് എക്സ്റ്റേണൽ ഹീറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തതാണ് ഈ ഒരു പ്രോസസ് എന്നുള്ളത്. ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന പ്രോസസ്സിന് എക്സ്റ്റേണൽ ഹീറ്റോ എക്സ്റ്റേണൽ ഹീറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതില് ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ആകെ കൂടിയുള്ള ഞാൻ പറഞ്ഞില്ല, ആകെ കൂടിയിട്ട് ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ലേസർ ബീം വെൽഡിംഗ്? ഇത് നമ്മൾ ലേസർ ബീം വെൽഡിങ്ങിനെ കുറിച്ചിട്ട് പഠിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇതില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, തേർഡ് പോയിന്റിൽ ദിസ് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് സ്മോൾ ലൈറ്റ് മെറ്റീരിയലിന് പകരം സെൻസിറ്റീവ് മെറ്റീരിയൽ ക്യാൻ ബി വെൽഡഡ് എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് എനർജിയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? റൂബി, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, റൂബി, സഫയർ തുടങ്ങിയിട്ടുള്ളവ സോളിഡ് ആയിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസോജനസിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ ഫ്രീക്വൻസി മോണോക്രോമിക് എന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്ക്. അപ്പൊ ഞാനത് ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈറ്റ് എന്നുള്ളത് സപ്തവർണ്ണങ്ങളാണ്. അപ്പോൾ അത് 7 ഡിവൈഡ് ആവും. മോണോക്രോമിക്കിന് എല്ലാ ബീമും ഒരേ ഫ്രീക്വൻസിയിലായിരിക്കും. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യം അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നു. അപ്പോ ഓപ്ഷൻ ബി ആണ്, ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, മൾട്ടി സ്പോട്ട് വെൽഡിംഗ് ഒരു മൾട്ടി സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും സീം വെൽഡിംഗിലേക്ക് പോയിട്ടുണ്ടാവാം, പക്ഷെ പ്രൊജക്ഷൻ വെൽഡിംഗ് ആണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരം പ്രൊജക്ഷൻ വെൽഡിംഗ് ആണ്. സീം വെൽഡിംഗിലേക്ക് പോയിട്ടുള്ള ആളുകൾ എന്താ പറയാ, അതൊരു മൾട്ടി സ്പോട്ട് അല്ല, കണ്ടിന്യൂസ് സ്പോട്ടാണ്. മൾട്ടി സ്പോട്ട് പ്രൊജക്ഷൻ വെൽഡിംഗ് തന്നെയാണ്. അപ്പോ എന്താണ്, സീം വെൽഡിംഗ് തെറ്റായിട്ടുള്ള ആൻസർ ആണ്, ശരിയായിട്ടുള്ള ആൻസർ അല്ല. ഓക്കെ, തെർമിറ്റ് വെൽഡിംഗ് ഈസ് എ ഫോം ഓഫ് ഡാഷ്. റെസിസ്റ്റൻസ് വെൽഡിംഗ് അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോർജ് വെൽഡിങ്ങും അല്ല. ഫ്യൂഷൻ ആണോ, പ്രഷർ ആണോ? അപ്പോൾ ഇതില് നമ്മള് പ്രഷർ തെർമിറ്റ് വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ തെർമിറ്റ് വെൽഡിംഗ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പ്രഷറോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അത് കാരണം തന്നെ ഇതിന്റെ ആൻസർ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇതിൽ ചിലപ്പോ ഈ ടെക്സ്റ്റ് കൃത്യമായിട്ട് ഈ കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ടെക്സ്റ്റ് മാത്രം വായിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ പ്രഷർ വെൽഡിങ്ങിന്റെ കാര്യത്തിലും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉത്തരം ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ജോയിന്റ് ഈസ് റിക്വയർഡ് ഫോർ സ്പോട്ട് വെൽഡിംഗ്? ഇപ്പൊ സ്പോട്ട് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഏത് ജോയിന്റ് ആണ് ഏറ്റവും ഇത് ചെയ്യുന്നത്? സ്പോട്ട് വെൽഡിങ്ങിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് എന്താണ്, ഏത് ജോയിന്റ് ആണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കോർണർ ജോയിന്റ് സ്പോട്ട് വെൽഡിങ്ങിന് ഉപയോഗിക്കോ? ഇല്ല. ബട്ട് ജോയിന്റ് ഉപയോഗിക്കും? ഇല്ല. ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഒരു ഷീറ്റ്, അതിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സാധാരണ വെൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പോട്ട് വെൽഡിങ്ങിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. സ്പോട്ട് വെൽഡിങ് നമ്മൾ എങ്ങനെ ചെയ്യാം? നഗറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിന് മുകളിൽ ഒരെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് വെൽഡ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണത്തിന് മുകളിൽ ഒരെണ്ണം എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോയിന്റ് ലാബ് ജോയിന്റ് ആണ്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ ഇട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഈസ് ആൻ ഓട്ടോമാറ്റിക് പ്രോസസ് പെർഫോംഡ് ഇൻ ഡാഷ് വിത്തൗട്ട് ഷീൽഡിംഗ് ഗ്യാസ്. നമ്മൾ ഇലക്ട്രോൺ ബീം വെൽഡിങ് EBW എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇത്. ക്ലാസ് എടുത്തപ്പോഴും ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? വാക്വം ചാമ്പറിലാണ് ചെയ്യുന്നത്. വാക്വോ. അപ്പൊ ഇതിന്റെ ആൻസർ വാക്വോ ആണ്. ഇതിന്റെ ആൻസർ വാക്വോ ആണ്. വാക്വം ചാമ്പറിൽ വെച്ചിട്ട് നമ്മൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് 2000 ഡിഗ്രി, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് വിചാരിച്ചു, പക്ഷെ വന്നില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാക്വം എന്നുള്ളത്. നമുക്ക് തെറ്റാനൊന്നും ഒരു ചാൻസും ഇല്ല. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അടുത്ത്, വെൽഡർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഈസ് ടു വെരിഫൈ. അപ്പൊ വെൽഡർ ക്വാളിഫിക്കേഷൻ ഇത് നോക്കിയാൽ തന്നെ ഇതിന്റെ ഉത്തരം നമുക്ക് ഒരു കാരണവശാലും തെറ്റില്ല. കാരണം ക്വാളിറ്റി ഓഫ് മെറ്റീരിയലിന് വെൽഡർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല. മാനുഫാക്ചറിങ് മെത്തേഡ്, അത് നമുക്ക് വേണമെങ്കിൽ വെൽഡർ ക്വാളിഫിക്കേഷൻ മെത്തേഡിന്റെ ചെറിയൊരു ഭാഗമായിട്ടാണൊക്കെ പറയാം. പക്ഷെ അത് മാനുഫാക്ചറിങ് അല്ല, വെൽഡിങ് എങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. DT ആൻഡ് NDT,
ഡിസ്ട്രക്ഷൻ ടെസ്റ്റും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഒന്നും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കാര്യമൊന്നുമല്ല. ഇത് നമ്മൾ അറിയണത് വെൽഡർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് നമ്മൾ അറിയുന്നത് സ്കിൽ ഓഫ് ദ വെൽഡർ ആണ്. വെൽഡറിന്റെ സ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ടുള്ളതാണ്. WPS മീൻസ്, WPS എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതില് 2 വാക്കുകൾ മാത്രം നോക്കിയാൽ മതി. ഒന്ന് എന്താണ്? പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ. അത് ഞാൻ ആ പരീക്ഷയുടെ അതിൽ കൃത്യമായിട്ട് WPS പറഞ്ഞിട്ടായിരുന്നു, PQR പറഞ്ഞിട്ടായിരുന്നു. WPS വന്നു. അല്ലെങ്കിൽ വെൽഡർ അല്ലെങ്കിൽ വെൽഡ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ, ഇതാണ് ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊന്നും എന്തായാലും നിങ്ങൾക്ക് ആർക്കും തെറ്റില്ല. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഐസോഡ് ആൻഡ് ഷാർപ്പി മെഷീൻ? അപ്പോൾ ഇത് നമ്മൾ ഇട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇതിൽ നമ്മൾ ഇട്ടുണ്ടായിരുന്നത് ഐസോഡ് ചാർപ്പി മെഷീന്റെ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നത്. ഇത് ഒറ്റ ഇതിൽ തന്നെ വന്നു. ഇത് ഏത് തരം ടെസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാം ഇല്ലേ? ഇമ്പാക്ട് ടെസ്റ്റിന്റെ ഭാഗമാണ്. അപ്പോൾ സ്ക്വയർ പീസിന് എന്താണ് ചാർപ്പി ടെസ്റ്റും സർക്കുലർ പീസിന് ഐസോഡും അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ടെസ്റ്റ് ആണ്? ഇമ്പാക്ട് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ യാതൊരു ഡൗട്ടും നമുക്ക് വരേണ്ട ആവശ്യമില്ല. അതും നമ്മൾ ഇട്ടുണ്ടായിരുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളൂ. The surface and subsurface crack in Weldman magnetic alloy can be inspected by. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് എടുത്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത്, ക്ലാസ് എടുക്കുമ്പോഴല്ല MCQ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സർഫസ് ആൻഡ് സബ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ഇത്. നിങ്ങൾക്ക് കൺഫ്യൂഷന് വേണ്ടിയിട്ട് LPT ഒന്നും പറഞ്ഞിട്ടില്ല. അത് കാരണം തന്നെ വളരെ ഈസിയാണ്. ഞാൻ LPT കൂടി വരികയാണെങ്കിൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ LPT സബ് സർഫസിന് ഉപയോഗിക്കുന്നില്ല. അപ്പോ പിന്നെ വേറൊരു വാക്കും കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ള വാക്ക്? അതിൽ നിന്ന് നമുക്ക് അതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മാഗ്നറ്റിക് അലോയ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് അലോയ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാഗ്നറ്റിക് അലോയ് എന്ന് പറയുമ്പോൾ അത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ്. അപ്പോൾ വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാഗ്നറ്റിക് അലോയ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഫെറസ് മെറ്റലിനൊക്കെയാണ് സാധാരണ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് പറയാറുള്ളത്. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് മാഗ്നറ്റിക് അലോയ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നുള്ളൂ. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ് ഏകദേശം 6 mm സബ് സർഫസിലെ 6 mm വരെയുള്ള ഡിഫക്റ്റുകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഡാഷ് ഓഫ് ദ വെൽഡ് മെറ്റൽ. ഇത് എൻ്റെ അടുത്ത് ആരോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ വെച്ചിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡക്റ്റിലിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ഉത്തരം ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെ, ടെൻസൈൽ ടെസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ടെൻസൈൽ ടെസ്റ്റ് എന്നുള്ള ഉപയോഗിക്കുന്നത് ഡക്റ്റിലിറ്റിക്കും ടെൻസൈൽ സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ടാണ്. ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ് ആണ് ഇതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇതിൽ തന്നെ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്, ഡക്റ്റിലിറ്റി ആണ്. ഇതിലും ഡൗട്ട് തോന്നേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ ഓഫ് പ്ലാസ്മ ആർക്ക് കട്ടിങ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. 20,000 ഡിഗ്രി കെൽവിൻ. 20,000 ഡിഗ്രി കെൽവിൻ. അപ്പോ ഓപ്ഷൻ എ തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാൻ ബി കട്ട് ഈസിലി ബൈ. പ്ലാസ്മ ആർക്ക് കട്ടിംഗ് ഉണ്ട്, ഓക്സി ഫ്യൂൽ കട്ടിംഗ് ഉണ്ട്. ഓപ്ഷൻ എ ആൻഡ് ബി ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആൻഡ് ബി ആർ നോട്ട് കറക്റ്റ്. ഇതില് സാധാരണ ഒരു സ്റ്റീൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? രണ്ടും ഉപയോഗിക്കും എന്ന് പറയാറുണ്ട്. ഏതൊക്കെയാ? പ്ലാസ്മ ആർക്ക് കട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സി അസെറ്റിലിൻ ഫ്യൂവൽ കട്ടിങ്ങും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ ചെന്ന് ചോദിച്ചിട്ടുള്ളൂ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് കാരണം തന്നെ ഓപ്ഷൻ എ ആൻഡ് ബി കറക്റ്റ് എന്നുള്ളത്, ഓപ്ഷൻ സി കറക്റ്റ് അല്ല, ഓപ്ഷൻ ബിയും കറക്റ്റ് അല്ല, ഓപ്ഷൻ എ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് പ്ലാസ്മ ആർക്ക് കട്ടിംഗ് ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന് ഓക്സി ഫ്യൂവൽ കട്ടിങ്ങിനേക്കാളും, പരീക്ഷയ്ക്ക് ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇതുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്സി അസെറ്റിലിൻ ഫ്യൂവൽ കൊണ്ട് കട്ട് ചെയ്യാൻ സാധിക്കാത്ത കുറെ മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ
അതും ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഡൺ ടു ബിൽഡ് അപ്പ് worn out parts of material whose dimensions have been affected and make them as good as new and obtain required property. അപ്പോൾ ഇതില് ഏതെങ്കിലും കാരണവശാലും വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് വരാമെങ്കിൽ നമുക്ക് ഡൗട്ട് തോന്നിയാണ്. ഇപ്പൊ ടംബറിങ്ങോ കേസ് ഹാർഡനിങ്ങോ പീനിങ്ങോ ഒന്നും നമുക്കൊരു ഡൗട്ട് തോന്നാനുള്ള ഒരു ഓപ്ഷൻസ് പോലുമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഇതിന്റെ ഉത്തരം സർഫേസിങ് ആണ്. വിച്ച് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ ഹാർഡ് ഫേസിങ്? ഹാർഡ് ഫേസിങ്ങിന് ഏത് ഫ്ലെയിം ആണ് യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഹാർഡ് ഫേസിങ് വന്നത്. ഹാർഡ് ഫേസിങ്, സ്റ്റെലൈറ്റിങ്. അപ്പോൾ ആ ഒരു സ്റ്റെലൈറ്റ് വെൽഡിങ്, അങ്ങനെ ആ രണ്ട് കേസിനും മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലെയിം ഉണ്ട്. ഏത് ഫ്ലെയിം ആണ്? യെസ്, കാർബറൈസിങ് ഫ്ലെയിം. ഓക്കെ, അപ്പോ അടുത്ത് നോക്കാം. പോസ്റ്റ് ഹീറ്റിംഗ് ഡാഷ് ദ റേഷ്യോ ഓഫ് കൂളിംഗ് ഓഫ് വെൽഡ് ജോയിന്റ്. അപ്പോൾ പോസ്റ്റ് ഹീറ്റിംഗ് നടത്തുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? കൂളിങ്ങിനെ എക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതായത് കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല. റെഗുലർ കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല. അതിപ്പോ സാധാരണ രീതിയിൽ ചെയ്താൽ മതി. ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. റിട്ടാർഡ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം റിട്ടാർഡ്സ് എന്നാണ്. ആ കൂളിങ്ങിന്റെ റേഷ്യോനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് ഹീറ്റിംഗ്. അതായത് വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോസ്റ്റ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ്ങിന് മുന്നേ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതാണ്. ദ കറക്റ്റ് പോയിന്റ് ആംഗിൾ ഓഫ് ചിസൽ ഈസ് ഡിപ്പെൻസ് ഓൺ. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം തന്നെയാണ്. അതുപോലെ എന്താണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടില്ല ഇതിനെ പറ്റിയിട്ട്. പക്ഷെ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ ഓഫ് ചിസൽ അതൊരു ഫാക്ടർ അല്ല, ഡെപ്ത് ഓഫ് കട്ട് ഫാക്ടർ അല്ല, ഹാമറിംഗ് ഫോഴ്സ് ഗിവൺ അതും ഒരു ഇതല്ല. ഏത് മെറ്റീരിയലിനെയാണോ നമ്മൾ ചിപ്പ് ചെയ്യുന്നത് അതാണ് അതിന്റെ ഫാക്ടർ. അതായത് ഇപ്പൊ കാസ്റ്റ് അയണിനെ ചിപ്പ് ചെയ്യുമ്പോൾ അതിന്റെ പോയിന്റ് ആംഗിൾ വ്യത്യാസമായിരിക്കും, മൈൽഡ് സ്റ്റീലിലാവുമ്പോൾ വ്യത്യാസമായിരിക്കും, അലുമിനിയം ആവുമ്പോൾ വ്യത്യാസമായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് മെറ്റീരിയലാണോ ചിപ്പ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, ആ ചിസലിന്റെ പോയിന്റ് ആംഗിൾ ഡിഫറെന്റ് ആവണം. ഇപ്പോൾ അലുമിനിയത്തിന്റെ 30 ഡിഗ്രിയാണ്, ഇപ്പോ നമ്മൾ കാസ്റ്റ് സ്റ്റീലൊക്കെ 65ആണ്. അപ്പോ അതിനനുസരിച്ച് ഇപ്പൊ കാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിപ്പോ സാധാരണ റോട്ടേണൊക്കെ ആണെന്നുണ്ടെങ്കിൽ 55ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് അതിന്റെ പോയിന്റ് ആംഗിൾ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്, മെറ്റീരിയൽ ടു ബി ചിപ്പ്. ഏത് മെറ്റീരിയൽ ആണോ ചിപ്പ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, പോയിന്റ് ആംഗിളിനെ നമ്മൾ പറയാറില്ല. ഫയൽസ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ. അപ്പോ നമുക്ക് ഫയൽസ് നമ്മൾ പറയാറുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഫയൽസിന്റെ നമ്മുടെ ക്ലാസ്സിൽ, ഫയൽസിന്റെ ക്ലാസ് അല്ല, ഫയൽസിന്റെ ആ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയല്ലായിരുന്നു പറഞ്ഞത്, എന്താ പറയാ, ഇതിന്റെ കട്ടിനും ഗ്രേഡിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ലെങ്ത് എന്ത് തന്നെയാണെങ്കിലും അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ഇതിൽ 4 പറഞ്ഞിട്ടുണ്ട്. കാരണം ലെങ്ത്തിന്റെ കാര്യത്തിൽ ആർക്കും ഡൗട്ട് തോന്നാൻ വഴിയില്ല. ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് അളവിന്റെ ഉള്ളിൽ ഉള്ള അതിന്റെ ടീത്തുകളുടെ എണ്ണത്തിനെയാണ് പറയുന്നത്. കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം കട്ടാണ്, ഇപ്പൊ കർവ് കട്ടാണോ അല്ലെങ്കിൽ റാസ്പ് കട്ടാണോ? റാസ്പ് കട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്, സ്ട്രെയിറ്റ് കട്ടാണോ, അങ്ങനെയൊക്കെയാണ് കട്ടിന്റെ ഇത് പറയുന്നത്. ഷേപ്പ് ഓഫ് ഫയൽ നമുക്കറിയാം ഏതൊക്കെയാണ്. ഡിഫറെന്റ് ആയിട്ട് ഷേപ്സുകളുണ്ട്. സെമി സർക്കുലർ ഉണ്ട്, സർക്കുലർ ഉണ്ട്, റെക്ടാങ്കുലർ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അങ്ങനെ കുറെ ഷേപ്പുകളുണ്ട്. അപ്പോൾ നൈഫ് എഡ്ജ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഈ എല്ലാ ഓപ്ഷൻസും എല്ലാതും വരുന്ന ഓപ്ഷൻ സി ആണ്. ഇതിൽ നമുക്ക് ഡൗട്ട് തോന്നേണ്ട ഒരു കാര്യമില്ല. വിച്ച് പാർട്ട് ഓഫ് ദ ഹാമർ ഈസ് മെൻ ഫോർ ഫിക്സിംഗ് ദ ഹാൻഡിൽ റിജിഡ്ലി? അപ്പോൾ ഇതില് 2 വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് പാർട്ട് ഓഫ് ഹാമർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിക്സിംഗ് ദ ഹാൻഡിൽ റിജിഡ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിക്സിംഗ് ഇൻ ദ ഹാൻഡിൽ റിജിഡ്ലി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐ ഹോളും വെഡ്ജും, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഐ ഹോളും ഉണ്ട് വെഡ്ജും ഉണ്ട്. പാർട്സ് ഓഫ് ഹാമർ, അപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ രണ്ടാമത്തെ വാക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് പറയാം എന്താണ്, ഐ ഹോളാണ്. ഇനി വേറെ ഓപ്ഷൻസിനോ ബാക്കി കാര്യങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന് ഉത്തരം കിട്ടും. അതിനുവേണ്ടിയാണ് അതിന് 2ആയിട്ട് ഇതാക്കാൻ പറഞ്ഞത്. ചിക്കും പിന്നല്ലാന്ന് പിന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഓക്സി അസറ്റിലിൻ ഗ്യാസ് കട്ടിങ്. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നില്ലെങ്കിൽ 900 ഡിഗ്രി മാത്രം വരും, അല്ലെങ്കിൽ 875 മുതൽ 900 എന്ന് അങ്ങനെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്, 875 മുതൽ 900 ഡിഗ്രി സെൽഷ്യസ് വരെ. The cutting nozzle size is given by the dash of the cutting orifice in the mm. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ ഈ കട്ടിങ്ങിന്റെ സെക്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്, ഓക്സി അസറ്റിലിൻ കട്ടിങ്ങിന്റെ സെക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓറിഫൈസിന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓറിഫൈസിന്റെ ഇതിന്റെ കട്ടിംഗ് നോസിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? കട്ടിംഗ് ഓറിഫൈസിന്റെ എന്താണ്? ഡയാമീറ്റർ ആണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നു, ഡയാമീറ്റർ എന്നുള്ള രീതിയിൽ തന്നെ വന്നു. അപ്പൊ ഞാനത് 1, 2, 3 പ്രാവശ്യമൊക്കെ ക്ലാസ് എടുത്ത ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയാമീറ്റർ ഓഫ് ഓറിഫൈസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ക്യാൻ സ്റ്റോർ ടു എ കപ്പാസിറ്റി ഓഫ് ഡാഷ്. ഇത് പിന്നെ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളും പൊട്ടവല്ലിക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 മീറ്റർ ക്യൂബ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 7 മീറ്റർ ക്യൂബ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഓക്സിജന് പകരം അസറ്റിലിൻ ആണെങ്കിൽ നമുക്ക് ഇത് ആൻസർ ആയിട്ട് എഴുതാം, 6 എന്ന് എഴുതാം. ഓക്കെ, അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റഡ് ഫ്രം. ഇത് പക്ഷെ ഭയങ്കര മോശം ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണ്, ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കായിരുന്നു ആ ഒരു സെക്ഷനിൽ നിന്ന്. ഇനിയിപ്പോ ബേസിക് ആയിട്ടുള്ള നോളജ് ഇത് ചെയ്യാനാണോന്ന് അറിയില്ല. കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം, കാരണം ഇത് ജസ്റ്റ് വായിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ബാക്കിയുള്ള ഓപ്ഷൻ ഒന്നും ഇതിൽ വരില്ല എന്നുള്ളത്. കാൽഷ്യം കാർബൈഡിനെ വാട്ടറിലേക്ക് വെച്ചിട്ടാണ്. ഓപ്ഷൻ ബി ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെറുതായിട്ട് നിരാശപ്പെടുത്തി. ഇതിലും നല്ല ക്വസ്റ്റ്യൻസ് ഈ അസറ്റിലിൻ ഗ്യാസ് ജനറേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഇതിന്റെ പ്രപ്പോസിഷൻ ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ എത്രയാ ഒരു നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് കുറെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്രയാണ് 1 കിലോഗ്രാമില് 1 കിലോഗ്രാം കാർബൈഡ്, എത്ര കിലോഗ്രാം കാർബൈഡ് വേണം ഒരു ഇത്ര യൂണിറ്റ്, അല്ലെങ്കിൽ 1 കിലോഗ്രാം കാർബൈഡ് കൊണ്ട് നമുക്ക് എത്ര അസറ്റിലിൻ ഗ്യാസ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കായിരുന്നു. വിച്ച് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് മൈൽഡ് സ്റ്റീൽ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആർക്കും തെറ്റാൻ ഒരു വഴിയുമില്ല. കാരണം മൈൽഡ് സ്റ്റീൽ ആയ കാരണം തന്നെ ന്യൂട്രൽ ഫ്ലെയിം ആണ്. സാധാരണഗതിയിൽ ഒന്നില്ലെങ്കിൽ കാർബറൈസിങ് ഫ്ലെയിമിന് വരുന്ന ഹാർഡ് ഫേസിങ്, അത് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിങ്കിന്റെ ഓപ്പറേഷൻ തടയാൻ വേണ്ടിയിട്ട് ഓക്സിഡൈസിങ് ഫ്ലെയിം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതെന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു, ന്യൂട്രൽ ഫ്ലെയിം സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല. The selection of flux in the gas welding depends upon. അപ്പോൾ നമ്മളൊരു ഗ്യാസ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സിനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഗ്യാസ് അല്ല, തിക്നെസ് ഓഫ് മെറ്റീരിയൽ അല്ല, വെൽഡിംഗ് പൊസിഷൻ അല്ല. അപ്പോൾ ഇതിൽ എന്താണ്, കമ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ ടു ബി ജോയിൻ. ഓപ്ഷൻ എ തന്നെയാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, വാട്ട് ഈസ് ദ സ്പെഷ്യൽ മെത്തേഡ് ഫോർ സേഫ് സ്റ്റോറേജ് ഓഫ് അസറ്റിലിൻ ഗ്യാസ് ഇൻ സിലിണ്ടർ. ഇത് നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റോർഡ് ആസ് ഡിസോൾവ്ഡ് ഗ്യാസ് ഇൻ ലിക്വിഡ് അസറ്റോൺ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതില് കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്റ്റോർഡ് ഇൻ ഗ്യാസോജനസ് ഫോം, സ്റ്റോർഡ് ഇൻ സെമി ലിക്വിഡ് ഫോം, സ്റ്റോർ ഇൻ സോളിഡ് ഫോം. ഇതൊന്നും അല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അസറ്റോൺ ഇതിൽ തന്നെ വേറെ ഏതെങ്കിലും പറഞ്ഞിട്ട് അസറ്റോൺ ലിക്വിഡിന് പകരം ഗ്യാസോജനസിൽ അസറ്റോൺ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേനെ. പക്ഷെ അങ്ങനെ ഒന്നും ചോദിക്കാതെ ഈ ഒരു ഇത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ആൻസർ ഉണ്ടായിരുന്നത്. ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഈസ് ഓൾസോ കോൾഡ്. ഇത് നമ്മൾ എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതില് എന്താണ് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ലോ പ്രഷറിന് നമ്മൾ എന്താ പറയാറുള്ളത്, ലോ പ്രഷർ ആയ കാരണം തന്നെ അതിന് ചെറിയൊരു ഹെൽപ്പ്, എക്സ്റ്റേണൽ ഹെൽപ്പ് വേണം. അങ്ങനെ ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻജക്ടർ ബ്ലോ പൈപ്പ് എന്നാണ് അതിന്റെ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് തന്നെ കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇൻജക്ടർ. 42ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് ബ്ലോ പൈപ്പ് ടു ദ ലൈൻ ഓഫ് വെൽഡ് ഇൻ റൈറ്റ് വേർഡ് ടെക്നിക്. ലെഫ്റ്റ് വേർഡ് അല്ല, റൈറ്റ് വേർഡ് ആണ്. ലെഫ്റ്റ് വേർഡ് ആണെങ്കിൽ നമുക്കറിയാം 50 to 60 ആണ്. റൈറ്റ് വേർഡ് നേരെ 10 കുറയ്ക്കുക, 40 to 50. അപ്പൊ അതിലും ആർക്കും ഡൗട്ട് തോന്നാൻ വഴിയില്ല, എല്ലാവർക്കും കൃത്യമായിട്ട് ഇതിന്റെ ആൻസറും കിട്ടിയിട്ടുണ്ടായിരിക്കും.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് ഫ്ലക്സ് ഇൻ ഗ്യാസ് വെൽഡിംഗ്? കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കോയിൽ, പൗഡർ, പേസ്റ്റ്, ലിക്വിഡ്. ഇതിൽ ഫ്ലക്സ് ഏത് ഫോമിലാണ് അവൈലബിൾ അല്ലാത്തത്? ഫ്ലക്സ് അവൈലബിൾ അല്ലാത്തത് കോയിൽ രൂപത്തിലാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം അവൈലബിൾ അല്ല എന്നാണ് കേട്ടോ. നോട്ടാണ് പറഞ്ഞിട്ടുള്ളത്, നോട്ട് ദ ഫോം ഓഫ് ഫ്ലക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാ ഫോമിലും ഫ്ലക്സ് അവൈലബിൾ ആണ്, അല്ലാത്തത് കോയിലാണ്. ദ നമ്പർ ഓഫ് പിൻ ഹോൾസ്. അപ്പൊ നമ്മള് നമ്പർ ഓഫ് പിൻ ഹോൾസ് ഫോംഡ് ഇൻ ദ സർഫസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ മെറ്റൽ ഈസ് കോൾഡ്. പിൻ ഹോൾസ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ നോക്കുക. പിൻ ഹോൾസ്, ചെറിയ ചെറിയ ഹോൾസുകൾ. എൻട്രാപ്മെന്റ് ഓഫ് ഗ്യാസ്, എന്താണ് അതിന്റെ ഉത്തരം? അണ്ടർകട്ട്, ക്രാക്ക്, ബേൺ ത്രൂ, ബ്ലോ ഹോള്, അങ്ങനെയൊക്കെ വന്നാലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും പൊറോസിറ്റി. അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. വെൽഡബിൾ ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺ ഉണ്ട്. അപ്പൊ അതില് വെൽഡബിൾ ടൈപ്പ് ഗ്രേ കാസ്റ്റ് അയൺ. നോഡുലർ കാസ്റ്റ് അയണും മാലിബിൾ കാസ്റ്റ് അയണും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് തന്നെ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാലിബിൾ കാസ്റ്റ് അയൺ ഒക്കെ പ്രൊലോങ്ഡ് ഹീറ്റ് ട്രീറ്റ്മെന്റിലൂടെ നടത്തുന്നതാണ്, കിട്ടുന്നതാണ്. വൈറ്റ് കാസ്റ്റ് അയൺ, പിന്നെ ചിൽഡ് കാസ്റ്റ് അയൺ എന്നറിയപ്പെടുന്നുണ്ട്. നോഡുലാർ കാസ്റ്റ് അയൺ വിത്തൗട്ട് എനി ഹീറ്റ് ട്രീറ്റ്മെന്റിലൂടെ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റാപ്പിംഗ് ദ വെൽഡ് ക്യാബിൾ? വെൽഡ് ക്യാബിൾ നമുക്ക് ലീഡ് എന്നും പറയാം. അറൌണ്ട് ദ ജോബ് ഇൻ ദ വെൽഡിങ്. ഇത് ഡി സി വെൽഡിങ്ങിന്റെ ഒരു ഇതാണ്. അപ്പോൾ ഡി സി വെൽഡിംഗ് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അതിന്റെ ഉത്തരം ആയിട്ട് വരാന്നുള്ളത്. ഡി സി വെൽഡിങ്ങിന് മാത്രം, എ സി വെൽഡിങ്ങിന് ഇല്ലാത്തതും ഡി സി വെൽഡിങ്ങിനുള്ളത് എന്താണ്? ആർക്ക് ബ്ലോ ആണ്. അപ്പൊ ഈ ആർക്ക് ബ്ലോനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഇതിന്റെ മുകളിൽ കൂടെ ലീഡ് ഒന്ന് കവർ ചെയ്യണം, റാപ്പ് ചെയ്യണം. ഓക്കെ. അത് നമ്മൾ പറയുന്നത് ആർക്ക് ബ്ലോ കൺട്രോളിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ആർക്ക് ബ്ലോ കൺട്രോളിൽ വരുന്നതാണ്. When hydrogen control is specified for a manual metal arc welding project, electrode would be normally. ഇത് നമ്മുടെ ഇലക്ട്രോഡുകളെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ അതിന്റെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ബേസിക്. അതൊന്നും ഒരു ഡൗട്ടും തോന്നേണ്ട ആവശ്യമില്ല. കറക്റ്റ് ടെക്സ്റ്റിൽ അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത്. ഫോർ ഓപ്പൺ സൈറ്റ് മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് ദ ഫോളോയിങ് എക്യുപ്മെന്റ് ഈസ് അവൈലബിൾ. വിച്ച് വുഡ് യു ചൂസ് ഫോർ സേഫ് വർക്കിംഗ്? ഭയങ്കര കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ്? ഒന്ന് ഓപ്പൺ സൈറ്റ്. അപ്പോൾ അതൊരു ഓപ്പൺ സൈറ്റ് എന്നുള്ളത് നമ്മളൊരു സെക്ഷൻ ആയിട്ട് എടുക്കുക. ഓപ്പൺ സൈറ്റ് എന്നുള്ളത് ഒരു സെക്ഷൻ ആയിട്ട് എടുക്കുക. മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ്, സേഫ് വർക്കിംഗ്. അപ്പോൾ ഓപ്പൺ സൈറ്റ്, സേഫ് വർക്കിംഗ് രണ്ടാമത് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സേഫ് വർക്കിങ്ങിൽ എന്താണ്? ഡി സി ആണ് ഓൾറെഡി. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളയേണ്ട ഇതൊന്നല്ല, പറഞ്ഞോളൂ. ഓക്കെ. എ സി ഡി സി കോമ്പോസിറ്റ് പവർ യൂണിറ്റ്, അപ്പോൾ അതും നമുക്ക് കളയാം. അതിന്റെ ഉത്തരം എന്താണ്? ഡീസൽ എഞ്ചിൻ ഡ്രിവൻ മോട്ടോർ ജനറേറ്റർ. നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, ഓപ്പൺ സൈറ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഡീസൽ വെച്ചിട്ട് അതിനെ പ്രവർത്തിപ്പിച്ചിട്ട് പ്രൈമൂറൊക്കെ കറക്കി നമുക്ക് ആവശ്യമുള്ള പവർ ജനറേറ്റ് ചെയ്യാം. സിലിക്കൺ ഈസ് ആഡഡ് ടു ഇലക്ട്രോഡ് കോട്ടിംഗ് ആസ്. ഇതിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് സിലിക്കൺ ഫ്ലൂയിഡിറ്റി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇതില് പക്ഷെ നമ്മൾ ക്ലാസ് എടുത്തതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? യെസ്. എന്തായിട്ട് സ്പെസിഫൈഡ്, അതായത് നേരെ ഓപ്പോസിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക ചെയ്തത്. ഡി ഓക്സിഡൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? സിലിക്കൺ, മാഗ്നീസ് ഓക്സൈഡ്, അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാഗ്നീസ്, സിലിക്കൺ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഉത്തരം ഇലക്ട്രോഡുകളുടെ പല കമ്പോണൻസ് നമ്മൾ ആഡ് ചെയ്യണതൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്താണ് ഡി ഓക്സിഡന്റ് ആയിട്ട്, അതുപോലെ സ്ലാഗ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നല്ല, ഇതിന്റെ ഉത്തരം എന്താണ്? ഡി ഓക്സിഡന്റ് ആയിട്ടാണ് നമ്മൾ സിലിക്കൺ എന്തിൽ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോൺ കോട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്.
MCQ 50 50ാമത്തെ ക്വസ്റ്റ്യനായി. 50ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വെൻ വെൽഡിങ് തിൻ പ്ലേറ്റ് ഡിസ്റ്റോർഷൻ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ. അപ്പോൾ ചെറിയ പ്ലേറ്റ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റോർഷനെ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്കറിയാം ചെറിയ പ്ലേറ്റ് ആയ കാരണം തന്നെ എന്താണ് രണ്ട് ഭാഗത്ത് വെൽഡ് ചെയ്യൽ എളുപ്പമല്ല. സ്ട്രോങ് ബാക്ക് വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. യൂസിങ് യു പ്രിപ്പറേഷനും അതുപോലെ ബി പ്രിപ്പറേഷനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ തിന്നായിട്ടുള്ള പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ് യൂസിങ് ബാക്ക് സ്റ്റെപ്പ് വെൽഡിങ് ആണ് ഇതിന്റെ ഉത്തരം. വളരെ ഈസി ആയിട്ട് തന്നെ ഇതിന്റെ ഉത്തരം കിട്ടും. ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനും വേണമെങ്കിൽ നമുക്കൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഇത് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വിടുകയായിരുന്നു പക്ഷേ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയാം. വാട്ട് ഈസ് ദ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഓഫ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് യൂസ്ഡ് ഇൻ ടിക് വെൽഡിംഗ്? സ്ഥിരം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, കുറച്ച് മാറ്റി ചോദിച്ചു എന്നുള്ളൂ. ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ടങ്സ്റ്റൺ. എത്രയാണെന്നറിയാലോ, 3350. How heat affected zone is covered and protected from atmospheric condition in GTAW? അപ്പോൾ എന്താണ് GTAW-ന്റെ വേറൊരു പേര് എന്താ പറയാ പറഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയാണ് ടിഗ് വെൽഡിങ്. ഓക്കെ, അപ്പോൾ ടിഗ് വെൽഡിങ്ങിൽ T for tungsten, I for inert gas. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇതിലും വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ആണ്. ആക്റ്റീവ് ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, ഫ്യൂവൽ ഗ്യാസ് ഒന്നല്ല. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബൈ ടിഗ് വെൽഡിംഗ് പ്രോസസ് വിത്ത് DC? വിത്ത് DC എന്ന് പറയുന്നുണ്ട് കേട്ടോ. വിത്ത് DC എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് വരിക? സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിങ്, ടിഗ് വെൽഡിങ് വിത്ത് DC. AC ആണെങ്കിൽ നമുക്ക് പ്യൂർ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്നൊക്കെ പറയാറുണ്ട്. DC എന്ന് പറയുമ്പോൾ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ കൂടുതലുള്ള തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് കറന്റ് സപ്ലൈ ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ GTAW ഓഫ് അലുമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്? ഇതിൽ യാതൊരു ഡൗട്ടിന്റെ ആവശ്യമില്ല, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ. എന്താണ് AC? അലുമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ് എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു ഡൗട്ടില്ലെന്ന് പറയാൻ പറ്റും. AC തന്നെയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ ഡിഫക്ട് വൈൽ ടിഗ് വെൽഡിംഗ് ഇഫ് ദ കറന്റ് ഈസ് ടു ലോ? കറന്റ് വളരെ കുറവാണെന്ന് വിചാരിക്കുക, എന്താ ഉണ്ടാവുക? കറന്റ് കുറവാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രാക്ക് ഉണ്ടാവില്ല. പൊറോസിറ്റി ഉണ്ടാവാനുള്ള ചാൻസും വളരെ കുറവാണ്. അണ്ടർകട്ട് ഉണ്ടാവില്ല. അണ്ടർകട്ടിന് കാരണം ഹൈ കറന്റ് ആണ്. പിന്നെന്താണ്? ലാക്ക് ഓഫ് ഫ്യൂഷൻ. ലാക്ക് ഓഫ് ഫ്യൂഷൻ ആണ് അതിന്റെ ഉത്തരം വരുന്നത്. ഫ്യൂഷൻ കൃത്യമായിട്ട് സംഭവിക്കില്ല കറന്റ് കുറഞ്ഞ കാരണം. അപ്പോൾ കറന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കൂടുതൽ ജനറേറ്റ് ആവില്ല. H=I²RT. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇലക്ട്രോണിക് യൂണിറ്റ് ദാറ്റ് ഹെൽപ്സ് ടു ഇനീഷിയേറ്റ് ദ ആർക്ക് ഇൻ ടിഗ് വെൽഡിംഗ് പ്രോസസ്? വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്. സാധാരണ എന്താ പറയാ, ടച്ച് ചെയ്യാനായിട്ട് മുന്നേ ആർക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൈ ഫ്രീക്വൻസി യൂണിറ്റ്, HF യൂണിറ്റ്. Which one is added with the tungsten to increase the current carrying capacity in TIG welding? ഇതും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. Which one is added with the tungsten to increase current carrying capacity? നേരത്തെ ഞാൻ പറഞ്ഞ ആ കാര്യം തന്നെ ഇതിലേക്ക് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. കറന്റ് ക്യാരിങ് കപ്പാസിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇതിൽ ആഡ് ചെയ്യാൻ? ഏകദേശം 40-50% അല്ലെങ്കിൽ 30-40% ഒക്കെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? തോറിയേറ്റഡ് ഓക്സൈഡ് അല്ലെങ്കിൽ തോറിയം ഓക്സൈഡ് അല്ലെങ്കിൽ തോറിയേറ്റഡ് ടങ്സ്റ്റൺ ആക്കാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ വന്നൊക്കെയാണ്. ഞാൻ അതിന്റെ പെർസെന്റേജ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതും തെറ്റാൻ ആർക്കും ഒരു ചാൻസും ഇല്ല. സ്റ്റേറ്റ് ദ റീസൺ ഫോർ യൂസിങ് ആൻ AC പവർ സോഴ്സ് ഇൻ ടിഗ് വെൽഡിംഗ് പ്രോസസ് വൈൽ വെൽഡിംഗ് അലുമിനിയം. അലുമിനിയം വെൽഡ് ചെയ്യുമ്പോൾ AC ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം. AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഇസ് ചീപ്പർ മെഷീൻ. ചീപ്പർ മെഷീൻ ഒന്നല്ല. നോ ആർക്ക് ബ്ലോ എഫക്റ്റ്. ആർക്ക് ബ്ലോ എഫക്റ്റ് ഉണ്ടാവുന്നില്ല AC വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത്, അത് ശരിയാണ്. ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ ഇസ് ഹൈ. ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഹൈ ആണ്, അത് ശരിയാണ്. ദെൻ എന്താണ്? ഇറ്റ് ക്ലീൻ അലുമിനിയം ഓക്സൈഡ്. യെസ്, ഓരോ ഇതിലും ഓരോ എന്താണ് നമ്മൾ ഇങ്ങനെ പറയല്ലോ, ഫ്രീക്വൻസിയിലും സെക്കൻഡ് ഫ്രീക്വൻസിയിലും എന്ത് ചെയ്യും? അലുമിനിയം ഓക്സൈഡിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഓപ്ഷൻ എ ലാസ്റ്റ് പറയാൻ കാരണം ബാക്കിയുള്ള ഓപ്ഷനെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമുക്ക് തെറ്റാൻ ഒരു വഴിയില്ല. പക്ഷെ നമ്മൾ ഈ AC പവർ സോഴ്സും മാത്രം കണ്ടിട്ട് അലുമിനിയം എന്ന് ലാസ്റ്റ് ഈ അലുമിനിയം കൊടുത്തിട്ടുള്ള കാരണം നമുക്ക് ആർക്ക് ബ്ലോ എഫക്റ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് വായിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും തെറ്റാൻ വഴിയില്ല, പ്രത്യേകിച്ച് ഓപ്ഷൻ എ ആയ കാരണം. ഈ ഓപ്ഷൻ എക്ക് പകരം ഓപ്ഷൻ ഡിയിൽ എങ്ങനെയാണ് ഇറ്റ് ക്ലീൻ അലുമിനിയം ഓക്സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തെറ്റിയിട്ട് നമ്മൾ നോ ആർക്ക് ബ്ലോ എഫക്റ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. ടിഗ് വെൽഡിംഗ് നോസിൽസ് ആർ മെയ്ഡ് ബൈ, നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടിഗ് വെൽഡിങ്ങിന്റെ നോസിലാണ് അലുമിനിയം, കോപ്പർ, ബ്രാസ്, സെറാമിക്. ഇതിന്റെ ഉത്തരം സെറാമിക് ആണ്, കോപ്പർ അല്ല, സെറാമിക് ആണ് അതിന്റെ ഉത്തരം. നോസിലാണ്. ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, സെറാമിക് ആണ് വരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ഉത്തരം ഗ്ലാസ് വന്നിട്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയില്ല, ഗ്ലാസ് തന്നെ ആൻസർ ആക്കി കൊടുക്കുകയോ അതോ ആൻസർ ക്യാൻസൽ ആക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോപ്പർ അല്ല, സെറാമിക് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്, സെറാമിക്. കളർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ടങ്സ്റ്റൺ വിത്ത് 2% തോറിയേറ്റഡ് ടിഗ് ഇലക്ട്രോഡ്. ഇത് എന്തായാലും തെറ്റാൻ വഴിയില്ല, കാരണം നമ്മൾ എല്ലാ കളറും ഏകദേശം പഠിച്ചിട്ടുണ്ടായിരുന്നു. 1% ഞാൻ യെല്ലോ ആണെന്നും പിന്നെ എന്താണ് റെഡ്, ബ്ലാക്ക് ഹാഫ്നിയമാണ്, അങ്ങനെ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഗ്രീൻ എന്നുള്ളത് നമ്മൾ സാധാരണ പ്യുവർ ടങ്സ്റ്റണിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്, റെഡ് ആണ് അതിന്റെ ഉത്തരം. ഇതും ഒരു ഡൗട്ടിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫോളോയിങ് ഗ്യാസസ് വിച്ച് വൺ ഈസ് റെക്കമെൻഡഡ് ഫോർ വെൽഡിംഗ് ഓഫ് സ്റ്റീൽ? അപ്പോ ആർഗൺ, ഹൈഡ്രജൻ, ഓൾ ഓഫ് ദ എബോവ്, ആർഗൺ, നൈട്രജൻ, ആർഗൺ, ഹീലിയം. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റീലിന് നമ്മൾ ഏതാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് പറയുന്നത്? ആർഗൺ, ഹീലിയം ആണ് പറയാറുള്ളത്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് മോസ്റ്റ്ലി വെൽഡഡ് ബൈ ടിഗ് വെൽഡിംഗ്. ടിഗ് വെൽഡിങ്ങിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്നത് എന്താണ്? സ്ട്രെയിറ്റ് പൊളാരിറ്റിയിലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ സ്ട്രെയിറ്റ് പൊളാരിറ്റിയിലാണ് വെൽഡ് ചെയ്യുന്നത് കേട്ടോ, DCSP. EWP, E സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ ഇട്ടുണ്ടായിരുന്നതാണ്. ഞാൻ EWP ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു W ഫോർ വെൽഡിംഗ് അല്ല, P ഫോർ പൊസിഷൻ ഒന്നും അല്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. P ഫോർ ഇലക്ട്രോഡ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഇതിലും ആർക്കും തെറ്റാൻ വഴിയില്ല. ISO സ്റ്റാൻഡ്സ് ഫോർ, ISO എന്ന് പറയുന്നത് എന്തിന്റെ ഇതാണ്? അബ്രിവേഷൻ ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഇത് ഓപ്ഷൻ എ ആണ്. ഇതിലൊന്നും യാതൊരു ഡൗട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്റർനാഷണൽ ആണ് ISO എന്ന് പറയുന്നത്. ഇന്ത്യയിലത്തെ BIS ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, വിച്ച് ഷീൽഡിംഗ് ഗ്യാസ് വിൽ പ്രൊഡ്യൂസ് സ്മൂത്ത് ആർക്ക് ഇൻ ടിഗ് വെൽഡിംഗ്? ഇതിൽ പിന്നെ യാതൊരു ഡൗട്ടിന്റെ ആവശ്യമില്ല, നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആർഗൺ ആണ് ഇതിന്റെ സാധാരണഗതിയിൽ നമ്മൾ ഇതിന്റെ ആൻസർ ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലും ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ആർഗൺ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് പറയാറുള്ളത്. വാട്ട് ഈസ് ഓൾസോ റെഫേർഡ് ആസ് GTAW? ഇത് ഞാൻ പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വരുമെന്ന് പറഞ്ഞെങ്കിലും എന്താണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കൺഫ്യൂഷൻ്റെ ആവശ്യം വന്നില്ല, കൃത്യമായിട്ട് അതുപോലെ തന്നെ വന്നു. ടിഗ് വെൽഡിംഗ്. Argon gas backing is called when TIG welding austenitic stainless steel pipe is this is to dash. അപ്പോൾ ആർഗൺ ഗ്യാസ് ബാക്കിങ് ടിഗ് വെൽഡിങ് ഓസ്റ്റനിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ ഈസി ആയിട്ട് പറയാം, ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിന്റെ? ക്രോമിയൊക്കെ ഇതായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പ്രിവെന്റ് കോറോസിറ്റി അല്ലെങ്കിൽ പ്രിവെന്റ് അണ്ടർ ബാക്ക് ക്രാക്കിംഗ്, കൺട്രോൾ പെനിട്രേഷൻ ബെഡ് ഷേപ്പ് എന്നുള്ള. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നതാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു 50-50 ചാൻസ് എന്നുള്ള രീതിയിൽ പറയാം. ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിൽ വേറെ ആൻസർ ഒന്നും അത്രയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ളതൊന്നുമില്ല. ഇൻ കറന്റ് polarity used in TIG welding of all material except aluminum and
മഗ്നീഷ്യം. ഇതിലെ ഒറ്റ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? എക്സെപ്റ്റ് അലുമിനിയം, ഓൾ മെറ്റീരിയൽ എക്സെപ്റ്റ് അലുമിനിയം ആൻഡ് മഗ്നീഷ്യം. അലുമിനിയം ആൻഡ് മഗ്നീഷ്യം മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ AC എന്ന് പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാരണം DC നെഗറ്റീവ്. അത് പൈപ്പ് ബോൾസ് ഓഫ് സം മെറ്റീരിയൽ മസ്റ്റ് ബി purged with argon before and during the TIG welding in order to dash. നേരത്തെ പറഞ്ഞ ഏകദേശം അതേ കാര്യം തന്നെയാണ് ഇതിലും വരുന്നത്. എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് പ്രിവെന്റ് ഓക്സിഡേഷൻ. അത് തന്നെയാണ് പ്രിവെന്റ് ഓക്സിഡേഷൻ ഓഫ് റൂട്ട് ബെഡ്. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 70. In TIG welding, what is the benefit of current slope out device? It reduce dash. അപ്പോ ഇതില് ടങ്സ്റ്റൺ സ്പാറ്റർ അതെന്തായാലും ആവില്ല. റിസ്ക് ഓഫ് ആർക്ക് സ്ട്രൈക്സ് കറണ്ട് സ്ലോപ്പായിട്ട് റിലേറ്റഡ് അല്ല എന്നാണ് തോന്നുന്നത്. അതായത് റിലേഷൻ ഒരു ഇതില്ല. ഇന്റർപാസ് ടെമ്പറേച്ചർ എന്തായാലും അല്ല. അപ്പൊ പിന്നെ എന്താണ് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും റിസ്ക് ഓഫ് ക്രാറ്റർ ക്രാക്കിംഗ് ആണ്. അതായത് നമുക്ക് ഈ ബെനിഫിറ്റ് ഓഫ് കറണ്ട് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും എൻഡ് ചെയ്യുന്ന സമയത്തും കറണ്ടിനെ റിഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. കാരണം എന്താ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ എൻഡ് ചെയ്യുന്ന സമയത്തും എന്താ വെൽഡിങ്ങിന് ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആ ക്രാക്ക്, ചെറിയ ക്രാക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ആണ് എഡ്ജിലും രണ്ട് എഡ്ജിലും. അപ്പൊ അതിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് സ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ക്രാറ്റർ ക്രാക്കിംഗ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. Which one of the following is most commonly used power supply for GMAW? GMAW ഏതാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്? GMAW ആകുമ്പോൾ തന്നെ AC യൂസ് ചെയ്യില്ല. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് DC EP ആണ്. അപ്പോൾ 33% മാത്രമാണ് ഇതിലേക്ക് പവർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പോകും. അപ്പോൾ DC EP. The electrode extended from the end of the contact tip of the welding gun to the arc is called. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിനെ കുറിച്ച് കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്കമെൻഡഡ് സ്റ്റിക്ക് ഔട്ട് എത്രയാണ്? 16 to 19. അതുപോലെ ഷോർട്ട് ആർക്ക് വരുമ്പോൾ 6 to 13. അത് കഴിഞ്ഞ് അടുത്തൊരു ട്രാൻസ്ഫർ വരുമ്പോൾ, ഡിപ്പ് ട്രാൻസ്ഫർ വരുമ്പോൾ എത്രയാണ്? 13 to 25. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും ഇതായിട്ടുള്ള അതിന്റെ വാല്യൂസ് ഒന്നും ചോദിച്ചില്ല. ഡയറക്റ്റ് ഇതിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് സ്റ്റിക്ക് ഔട്ട്. There are 4 modes of metal transfer in GMAW. Which one is considered least desirable? സാധാരണ നമ്മൾ 5 modes എന്ന് പറയാറുണ്ട്. ഒരെണ്ണം CMT വരാറുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്നത് ഏതാണ്? മീൻസ് കുറവ് യൂസ് ചെയ്യണതല്ല, നമ്മൾ നല്ലൊരു മോഡ് ഓഫ് ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ യൂസ് പറയാത്തത് ആ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗ്ലോബുലാർ ആണ് അതിന് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ. What is the name of welding process if the arc produced by a consumable metal electrode is protected by inert gas? അപ്പൊ ഇതിൽ 2 വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് കൺസ്യൂമബിൾ വെൽഡിംഗ് മെറ്റൽ ഇലക്ട്രോഡ്. കൺസ്യൂമബിൾ വെൽഡിംഗ് മെറ്റൽ ഇലക്ട്രോഡ്. കൺസ്യൂമർ വെൽഡിംഗ് മെറ്റൽ ഇലക്ട്രോഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? മിഗും മാഗും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടിഗ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പ്രൊട്ടക്റ്റഡ് ബൈ ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസ് ആണ്. മാഗിൽ ഏതാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്? ആക്റ്റീവ് ഗ്യാസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം മിഗ് വെൽഡിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് അതർ നെയിം ഓഫ് കാർബൺ ഡയോക്സൈഡ് വെൽഡിംഗ് നമ്മൾ ചോദ്യം തന്നെയാണ്. എന്താണ്? മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ്. കാർബൺ ഡയോക്സൈഡ് ഒരു ആക്റ്റീവ് ഗ്യാസ് ആണ്. അത് കാരണം അതിന്റെ പേര് മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോണ്ടാക്ട് ടിപ്പ് ഓഫ് GMAW ടോർച്ച് ഈസ് മേഡ് ബൈ. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നേരത്തെ സെറാമിക് ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണ് പെട്ടെന്ന് വിചാരിച്ചു പോയി. അത് കാരണമാണ് ഞാൻ അതിൽ കോപ്പർ എന്ന് ഉത്തരം വന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്കറിയാലോ, കോപ്പർ ആണ്. In GMAW electrode specification ER70 S6 stands for dash. സ്റ്റീല്, സ്ട്രെങ്ത്, സിലിക്കോൺ, സോളിഡ്. ഇതിൽ തെറ്റാണെന്ന് വഴിയില്ല. സോളിഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോളിഡ്. ബാക്കിയുള്ള ഒന്നും വരാൻ തന്നെ ചാൻസ് ഇല്ല കേട്ടോ.
The rate at which the arc moves along the joints is known as arc voltage, current, background current, arc travel speed. Actually, ഇതിൽ travel speed തന്നെ enough ആണ്. Arc travel speed എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. Travel speeds. Option B. എന്തുകൊണ്ടാണ് ആർക്ക് ട്രാവൽ സ്പീഡ് പറഞ്ഞതെന്ന് അറിയില്ല. Okay. What will be increases when you are increased the wire feed speed in GMAW? ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് വരുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇതിലെ ഓപ്ഷൻസ് വളരെ ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അത് കാരണം തന്നെ എന്ത് തന്നെയാണെങ്കിലും തെറ്റില്ല. യെസ്, ഓപ്ഷൻ ബി ആണ്, വെൽഡിംഗ് കറന്റ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ അതേപോലെ തന്നെ ഓപ്ഷൻസ് ഏകദേശം വലിയ മാറ്റമില്ലാണ്ട് വന്നിട്ടുണ്ട്. The drawback of carbon dioxide CO2 shielding in GMAW. ഇത് നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ കറക്റ്റ്. GMAW എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. മിഗ് ഓർ മാഗ് വെൽഡിങ്ങിലത്തെ എല്ലാ ക്വസ്റ്റ്യൻ ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്. ഞാൻ ഒരു സബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന വിചാരിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോർസ് പാറ്റേൺ which is used to reduce the cylinder pressure and made to working pressure. ഇത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കൺഫ്യൂഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലോ മീറ്ററും അതുപോലെ ഗ്യാസ് പ്രഷർ റെഗുലേറ്ററും തമ്മിൽ അതേ ഓപ്ഷൻസ് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം തന്നെ ഇതിൽ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. ഫ്ലോ മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ലിറ്റർ പെർ സെക്കൻഡ് അതിന്റെ ഫ്ലോവിനെ കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്യാസ് പ്രഷർ റെഗുലേറ്റർ. കാർബൺ ഡയോക്സൈഡ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഡാഷ്. ഇതിൽ പിന്നെ യാതൊരു ഡൗട്ടിന്റെ ആവശ്യമില്ല. കാർബൺ ഡയോക്സൈഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ളതിനൊന്നല്ല, മൈൽഡ് സ്റ്റീൽ ആണ്. കാർബൺ സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ. അപ്പോ 83. The suitable gas and gas mixture of GMAW for aluminium. അലുമിനിയത്തിന് സാധാരണ നമ്മൾ വേറെ ഒന്നും മിക്സ് ഒന്നും ചെയ്യാറില്ല. ഡയറക്റ്റ് ആർഗൺ ഗ്യാസ് 100%. ഇത് തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 4. GMAW burn off rate of wire is directly related to. വയറിന്റെ ബേൺ ഓഫ് റേറ്റ് എന്തിനെ റിലേറ്റ് ചെയ്യുന്നു? അപ്പൊ എത്ര വയർ ഫീഡ് ചെയ്യുന്നുണ്ട്, ആ വയറിന്റെ ഫീഡ് എത്രത്തോളം ആണോ. അപ്പൊ നമുക്കിതിൽ ആർക്ക് വോൾട്ടേജിന് പകരം കറണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആണെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുമായിരുന്നു. കറണ്ടിൽ പറയാത്തത്തോളം കാലം വയർ ഫീഡ് സ്പീഡ് തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ഇതിലും യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. അടുത്തത് ആർക്ക് ലെങ്ത് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി affected by what during carbon dioxide welding. ഇതിൽ പക്ഷെ എനിക്ക് ഇതിന്റെ ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇതിപ്പോ 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണഗതിയിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു വയർ ഡയാമീറ്റർ ആണെന്നാണ്. പക്ഷെ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നത് ദ കറന്റ് റിട്ടേൺ കണക്ഷൻ എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതിന്റെ PSC അനുസരിച്ചുള്ള ഇതിന്റെ ആൻസർ കീ എന്ന് പറയുന്നത് ദ കറന്റ് റിട്ടേൺ കണക്ഷൻ എന്നാണ്. കറന്റ് റിട്ടേൺ കണക്ഷൻ എന്നാണ്. ഷോർട്ട് ആർക്ക് വിൽ റെഡ്യൂസ് ഡാഷ്. ഷോർട്ട് ആർക്ക് എന്തിനാ റെഡ്യൂസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഷോർട്ട് ആർക്കിന്റെ ആ ഒരു സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്, ആർക്ക് ബ്ലോവിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ്. പെനിട്രേഷൻ കൂട്ടുകയാണ് ചെയ്യുക. വെൽഡിംഗ് ക്രാക്ക് റെഡ്യൂസ് ചെയ്യാൻ ഡിസ്റ്റോർഷൻ ആവുന്ന ഇതായിട്ട് റിലേഷൻ ഇല്ലാത്തതാണ്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ആൻഡ് പാരന്റ് മെറ്റൽ വെർ ദ ആർക്ക് സ്ട്രൈക്സ് ഈസ് കോൾഡ്. അത് പിന്നെ ആർക്കും ഡൗട്ട് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല, ആർക്ക് ലെങ്ത് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. സംടൈംസ് ഇൻ ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് ആർക്ക് ഗീവ്സ് ഔട്ട് മോർ സ്പാറ്റർ, ഇറ്റ് ഈസ് ഡ്യൂ ടു ഡാഷ്. മോർ സ്പാറ്ററിന് കാരണം എന്താണെന്ന് 58ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു. വെൽഡിംഗ് കറന്റ് കൂടുന്ന കാരണമാണ്.
വെൽഡിംഗ് കറന്റ് ഹൈ വെൽഡിംഗ് കറന്റ് ആണ് ഉത്തരമായിട്ട് വന്നത്. 89. ഇൻ ദ ഇലക്ട്രോഡ് കോട്ടിംഗ് ER 4211 വാട്ട് ഡിനോട്ട് R ഇൻഡിക്കേറ്റ്. R എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനെ എന്ത് രീതിയിലാണ് കവർ ചെയ്തിട്ടുള്ളത്? റൂട്ടയിലാണോ? ആ രീതിയിലാണ് പറയുന്നത്. വെൽഡിംഗ് പൊസിഷനൊക്കെ ഡിജിറ്റിനെ കാണിക്കുന്നതാണ്. ടെൻസൈലൊക്കെ ഡിജിറ്റിനെ കാണിക്കുന്നതാണ്. വെൽഡിംഗ് കറന്റ്, വെൽഡിംഗ് പൊസിഷനൊക്കെ മൂന്നാമത്തെ ഡിജിറ്റ് ഇത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ടൈപ്പ് ഓഫ് കവറിംഗ് റൂട്ടയിലാണോ, അല്ലെങ്കിൽ ഹെവി റൂട്ടയിലാണോ, ബേസിക് ആണോ? ഓക്കെ, അടുത്താണ് ദ ഇലക്ട്രോഡ് which deposit a more amount of weld metal per unit time is called. നമുക്ക് ഹെവി കോട്ടഡ് ഇലക്ട്രോഡ് ആണെന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇതിന്റെ ആൻസർ വരുന്നത് അയൺ പൗഡർ ആണ്. അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ പൗഡർ ഇലക്ട്രോഡ് ആണ്. നമുക്ക് കൺഫ്യൂഷൻ ഹെവി ഇലക്ട്രോഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഡീപ് പെൻട്രേഷൻ എന്തായാലും അല്ല അറിയാം, പക്ഷെ ഹെവി കോട്ടഡ് ഇലക്ട്രോഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്റെ ആൻസർ അയൺ പൗഡർ ഇലക്ട്രോഡ് ആണ്. അടുത്തതാണ് എ ഡിവൈസ് ഡെസിഗ്നേറ്റഡ് ഫോർ ചെക്കിംഗ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ വെൽഡിംഗ് ഈസ് കോൾഡ്. ഇതിലിപ്പോ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, വെൽഡ് ഗേജ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വെൽഡ് ഗേജ്. വെൽഡ് ഗേജ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. വെൽഡിംഗ് ട്രാൻസ്ഫോർമർ ആർ എക്വിപ്ഡ് വിത്ത് കണ്ടൻസർ സോ ആസ് ടു ഇംപ്രൂവ് ഡാഷ്. വെൽഡിംഗ് ട്രാൻസ്ഫോർമറിനെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇതിൽ എന്താണ്? പവർ ഫാക്ടർ. ഓപ്ഷൻ എ ആണ്, പവർ ഫാക്ടർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് മാർഗം തെറ്റാൻ വഴിയില്ല. നമ്മൾ ഇതിന്റെ ഒരു ക്വസ്റ്റ്യനും പവർ ഫാക്ടറിനെ കണ്ടുപിടിക്കാനുള്ള ഫോമിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മീൻസ് ക്വസ്റ്റ്യൻ ആൻസർ MCQ ഡിസ്കസ് ചെയ്തതാണ്. ഡിപ്രഷൻ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വെൽഡ് ഈസ് കോൾഡ്. യെസ്, ഇതും നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രാറ്റർ. അടുത്തത് ഇലക്ട്രോഡ് യൂസ്ഡ് ഫോർ ആർക്ക് വെൽഡിംഗ് ഓഫ് അലുമിനിയം കണ്ടെയ്ൻ 95% അലുമിനിയം. 95% അലുമിനിയം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? അലുമിനിയത്തിന് നമ്മൾ ഉപയോഗിക്കാറുള്ള അലുമിനിയം അലോയ്സിന് ഉപയോഗിക്കാറുള്ള ഒന്നില്ലെങ്കിൽ പ്യൂർ അലുമിനിയം, അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്നത് 5% സിലിക്കൺ അല്ലെങ്കിൽ 15% സിലിക്കൺ. 95% അലുമിനിയം ആയ കാരണം ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്തായിരിക്കും? 5% സിലിക്കൺ. The process of hammering the weld metal immediately after it is deposited is called. അപ്പോൾ വെൽഡ് ചെയ്തതിന്റെ അപ്പൊ തന്നെ നമ്മൾ ഇന്റേണൽ ഡിസ്റ്റോർഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സിന് എന്താ പറയുന്നത്? ഹാമർ വെച്ചിട്ട് നമ്മൾ അടിക്കാറുള്ള പീനിങ്. ഓപ്ഷൻ ബി ആണ് ഇത് ഉത്തരമായിട്ട് വരുന്നത്, പീനിങ്. ഓക്കെ, ഇതിലൊന്നും ഡൗട്ട് വരാൻ യാതൊരു ചാൻസും ഇല്ല. വാട്ട് ഈസ് ദ നെയിം ഓഫ് സെമി സർക്കുലർ ഡെപ്പോസിറ്റ് ഓൺ എ വെൽഡ് ബെഡ്? അത് പിന്നെ എന്താ യാതൊരുവിധ ഡൗട്ടില്ല, നമുക്ക് പറയാൻ പറ്റും റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓപ്ഷൻ എ ആണ് റീഇൻഫോഴ്സ്മെന്റ്. വെൽഡ് ബെഡിലുള്ള ഷേപ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് ജോയിന്റ്സ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും. അതാണ് സെമി സർക്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെ റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് പറയാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ജോയിന്റ് ഇഫ് ടു മെമ്പേഴ്സ് വെൽഡഡ് ഇൻ ദ സെയിം പ്ലെയിൻ? ഒരേ പ്ലെയിനിൽ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താ പറയാ? ഇതൊരു ഇതാണ്, ഇതൊരു ഇതാണ്. രണ്ടിന് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ജോയിന്റ് പറ്റില്ല, ഒരേ പ്ലെയിൻ അല്ല. എഡ്ജ് ജോയിന്റ് അങ്ങനെ പറയാം. ലാബ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിന് മുകളിലേക്ക് കയറ്റി വെക്കണം, ഒരേ പ്ലെയിനിലായിരിക്കില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ബട്ട് ജോയിന്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ കൺവെൻഷൻ ഫാക്ടർ ഓഫ് റെക്ടിഫയർ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ അതാണ്. നമ്മൾ കഴിഞ്ഞ പരീക്ഷയിലും കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത കാര്യമാണ് AC നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പൈപ്പ് വെൽഡിംഗ് സ്റ്റാൻഡ്സ് ഫോർ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് പൊസിഷൻ വെൽഡിംഗ്? ഇതിൽ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് പൊസിഷൻ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അത് 6Gയുടെ ഇതാണ്. ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 5Gയിൽ കൊടുത്തിട്ടില്ല, അത് കാരണം നോ പ്രോബ്ലം. What is defined as the vertical position groove welding? 1G എന്ന് പറയുമ്പോൾ ഡൗൺ ഹാൻഡ്, 2G എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ, അപ്പോൾ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? 3G. ഓവർഹെഡ് 4G. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി
എന്താണ് യെസ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏകദേശം 58ഓളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് അതുപോലെ വന്നിട്ടുണ്ട്. അറൌണ്ട് 70 to 76 ക്വസ്റ്റ്യൻസ് എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സും കൂടി റിലേറ്റഡ് ആക്കി കഴിഞ്ഞാൽ അപ്പൊ ഒരു 80 മാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗം കവർ ചെയ്തിട്ടുള്ള ഒരാൾക്ക് 80 മാർക്ക് സ്കോർ ചെയ്യാം. അത് കാരണം തന്നെ അറൌണ്ട് 80 ആയിരിക്കും ഇതിന്റെ ഒരു കട്ട് ഓഫ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഒഴിവുകൾ വളരെ ധാരാളം ഉള്ള കാരണം തന്നെ എന്താണ് കട്ട് ഓഫ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനൊരു സേഫ് മോഡലിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അറൌണ്ട് 73 to 80 ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഇനി കട്ട് ഓഫ് കുറയ്ക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഈ മാസമല്ല, ഈ കൊല്ലം മെയ്യോട് കൂടിയിട്ട് കുറെ ആളുകൾ റിട്ടയർമെന്റ് ആവാനുണ്ട്, അല്ലെങ്കിൽ പ്രൊമോഷനും ഉണ്ട്. കുറെ ആളുകൾക്ക് റിട്ടയർമെന്റ് ഉണ്ട്, കുറെ ആളുകൾക്ക് പ്രൊമോഷനും ഉണ്ട്. നിങ്ങൾ അതായത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള എന്താണ് പോളിടെക്നിക്കുകളിലും കോളേജുകളിലും അതുപോലെ തന്നെയുള്ള സ്കൂളുകളിലും പോയിട്ട്, ടെക്നിക്കൽ സ്കൂളുകളിലും പോയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ഒഴിവുകൾ റിപ്പോർട്ട് PSC റിപ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു 30-35 ഒഴിവുകൾ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ ലിസ്റ്റുകൾ പ്രതീക്ഷിക്കാം. ഏതെങ്കിലും കാരണവശാൽ ഒരു 78 താഴെ കിട്ടുന്ന ആളുകളൊക്കെ ഈ ഒരു വർക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഏകദേശം ഒരു 5 times ആണ് ആൾക്കാർ എടുക്കുന്നത്, അല്ലെങ്കിൽ 3 to 5 times ആണ് ആൾ എടുക്കുന്നത്. അപ്പൊ ഒരു 100 പേരെ ലിസ്റ്റ് ഒക്കെ വരണമെങ്കിൽ അറൌണ്ട് ഒരു 35 ഒഴിവുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യിപ്പിക്കണം. ഇപ്പോ ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 16 ഒഴിവുകളാണ് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് ലിസ്റ്റിൽ പെടാൻ പറ്റും. പിന്നെ ട്രേഡ്സ്മാൻ ആയ കാരണം തന്നെ മുകളിലുള്ള കുറെ ആളുകൾ വേറെ ഏതെങ്കിലും ട്രേഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിസ്റ്റ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് കിട്ടിയിട്ട് അവർ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റിൽ വന്ന ഒട്ടുമിക്ക ആളുകൾക്ക് 3 കൊല്ലത്തിനുള്ളിൽ മീൻസ് ഒരു 150 ലിസ്റ്റ് ആണെങ്കിൽ 100 വരെയുള്ള ആളുകൾക്ക് നല്ല ചാൻസ് ഉണ്ട് ജോലി കിട്ടാനായിട്ട്. മീൻസ് എല്ലാവരും പോണ കാരണമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട വർക്കുകൾ ചെയ്യുക. ഒരു 80 താഴെയുള്ള ആളുകളൊക്കെ കുറച്ച് കുറച്ച് നന്നായിട്ട് വർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ ലിസ്റ്റിൽ വരാം. ലിസ്റ്റിൽ വന്ന ആളുകൾക്കൊക്കെ ഏകദേശം ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം 3 കൊല്ലമുണ്ട് ലിസ്റ്റിന്റെ കാലാവധി. കുറെ ആളുകൾ പെൻഷൻ ആവാനുണ്ട്, ഇഷ്ടംപോലെ ഒഴിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. കുറെ ആളുകൾ ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കയറിയിട്ടുള്ള ആളുകൾ തന്നെ വേറെ ഏതെങ്കിലും ലിസ്റ്റുകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും വേറെ വേറെ പരീക്ഷകളൊക്കെ, അതിലൊക്കെ കയറിയിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു 80 മാർക്കിന് മുകളിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. കാരണം അറൌണ്ട് 70യുടെ അടുത്ത് നമ്മൾ ഇട്ടിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു എഫേർട്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 80+ ഒക്കെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഞാനൊരു പ്രാവശ്യം ബെസ്റ്റ് ഓഫ് ലക്ക് പറയുകയാണ്. ഇതിലങ്ങനെ ഭയങ്കരമായിട്ട് ക്യാൻസൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. സാധാരണ നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആക്കാൻ ചാൻസ് ഉള്ളതും 2 ആൻസേഴ്സ് വരുന്നതൊക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാ ഭാഗം കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പരീക്ഷ എളുപ്പമാണെന്നെങ്കിലും അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ അത് തെറ്റിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി ആശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. എല്ലാവർക്കും എൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് നിർത്തുകയാണ്. താങ്ക് യു.